ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം കാരണം ക്രൈസ്തവ വിശ്വാസികളും ഹിന്ദുത്വവാദികളും പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നതായി BJP വിലയിരുത്തൽ. അതിനാൽ ക്രൈസ്തവ സഭകളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ അരമനകളിൽ സന്ദർശനം നടത്താൻ BJP തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കളുടെ പ്രത്യേക യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ക്രൈസ്തവ നേതാക്കളെ മാത്രം അരമനകളിലേക്ക് അയക്കാനാണ് നീക്കം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനാണ് മുഖ്യ ചുമതല. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജും വിവിധ മതമേലധ്യക്ഷന്മാരെ കാണും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ നടത്തിയ നീക്കങ്ങൾ സഭാ നേതൃത്വത്തെ അറിയിക്കുകയാണ് ലക്ഷ്യം. കുറഞ്ഞത് 1 മണിക്കൂർ അരമനകളിൽ ചിലവഴിക്കാനും പദ്ധതിയുണ്ട്. അതേസമയം ഛത്തീസ്ഗഡ് സംഭവത്തിൽ VHP, ഹിന്ദു ഐക്യവേദി തുടങ്ങിയ സംഘടനകൾ BJP സംസ്ഥാന നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ശക്തമാക്കി. VHP ദേശീയ നേതാക്കൾ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. കന്യാസ്ത്രീകൾക്കൊപ്പം പിടിയിലായ പെൺകുട്ടികളുടെ മൊഴിമാറ്റത്തിൽ ഗൂഢാലോചന നടന്നെന്ന ഗുരുതരമായ ആരോപണവും ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കാണിച്ച തിടുക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം BJP സംസ്ഥാന നേതാക്കളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ സംഘപരിവാർ സംഘടനകളെ പിണക്കുന്നത് ദോഷമാകുമെന്ന് അവർ പറയുന്നു. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പരസ്യ പ്രതികരണം നടത്താത്തതും ക്രൈസ്തവരോടുള്ള BJPയുടെ ഇരട്ടത്താപ്പെന്ന് നിർവചിക്കപ്പെട്ടു. ഞങ്ങളാണ് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് ഇറക്കിയതെന്ന് കേരള BJP നേതാക്കൾ വാദിക്കുമ്പോൾ ഇറക്കാൻ വേണ്ടി ജയിലിൽ കയറ്റിയതാണോ എന്ന് പൊതുസമൂഹം തിരിച്ചു കളിയാക്കി ചോദിക്കുന്നു. അരമന തോറും കയറിയിറങ്ങിയാലും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് BJP എന്ന ആട്ടിൻതോലിട്ട ചെന്നായുടെ മുഖം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവരോടുള്ള BJPയുടെ സമീപനത്തിൽ ഇരട്ടത്താപ്പെന്ന് ജൂലൈ 14 ഇറങ്ങിയ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങളോട് അരുതെന്ന് പറയാതെയാണ് 2026 കേരളത്തിൽ ഭരണം പിടിക്കാൻ BJP കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതെന്ന് പത്രം വിമർശിച്ചിരുന്നു. ഗോവയിലും കേരളത്തിലും ഉൾപ്പെടെ ക്രൈസ്തവരോടൊപ്പമാണെന്ന് പ്രതീതി ജനിപ്പിക്കുന്ന BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പീഡനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തലുകളുണ്ടായിരുന്നു.